അപ്പൊ ഗൈസ് നമ്മളിവിടെ എവിടെയാണ് അപ്പൊ നമ്മൾ വന്ന് മടിവാളയിലാട്ടോ. ഇവിടെയാണ് മലയാളി സൈറ്റും കൂടുതൽ ബാംഗ്ലൂർ നിൽക്കുന്നത്. അല്ല ഒരു മിനി കേരള എന്ന് വേണമെങ്കിൽ പറയാട്ടോ. എനിക്ക് കോഴിക്കോട് പോലെ തോന്നി. ഫുൾ ഹോട്ടൽസ് ആണ്, ഫുൾ ഫുഡ് കാര്യങ്ങൾ, മലയാളി ഫുഡ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ടത് ഇങ്ങോട്ടാട്ടോ, മടിവാള. ഒരുപാട് ആൾക്കാരുണ്ട്, ഫുൾ മലയാളീസാണ്, ഇതൊക്കെ മലയാളീസാണ്. അവിടെ ഫുൾ മലയാളീസാണ്. നമ്മൾ കണ്ണൂർ കോക്ടെയിൽ അടിക്കാൻ വേണ്ടി വന്നാണ്. നമ്മൾ മടിവാളന്റെ സ്ട്രീറ്റിലൂടെ നടക്കട്ടോ. എങ്ങോട്ടാന്നല്ലേ, മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട്. അവിടെ നല്ല ബീഫ് കിട്ടുന്ന പറഞ്ഞാൽ, ബാംഗ്ലൂർ വന്നിട്ട് ബീഫ് കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ നമ്മൾ അവിടേക്ക് ഹെഡ് ചെയ്യാട്ടോ. അപ്പോൾ നമ്മുടെ കൊണ്ടുപോകുന്ന ഒരു ആളുണ്ട്, പുതിയൊരു അതിഥി കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ അർജുൻ്റെ അനിയനാട്ടോ. ഇതാണ് ആ പുതിയ വന്ന നമ്മുടെ അതിഥി പറഞ്ഞത്. ആകാശ് തന്നെയാണ് പേര്. അപ്പോൾ ആകാശിൻ്റെ രണ്ട് ആകാശികളുണ്ട്, രണ്ട് അർജുനുണ്ട് ഇപ്പോൾ നമ്മുടെ ടീമിൽ കേട്ടോ. നിശാന്തും ഞാൻ മാത്രമേ സിംഗിളായിട്ട് നിൽക്കുന്ന പേരിൽ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ നമ്മുടെ എന്താ വെച്ചാൽ അവിടുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ ഓഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓഡിയോ ഭയങ്കര നോയ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ എൻ്റയർ സീരീസ് എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് വെള്ളപ്പവും അതേപോലെ ചിക്കൻ കറിയും അതേപോലെ പുട്ടുമായിരുന്നു. പുട്ടും ബീഫും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഈ മടിവാളയിൽ ഒരുപാട് മലയാളീസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മലയാളീസ് ഹോട്ടലും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ എത്തിയിട്ട് ബാംഗ്ലൂരിൽ നിൽക്കുകയാണെങ്കിൽ കേരള ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ കേരള ഫുഡ് ഓൾമോസ്റ്റ് ഒരു നീതി പുലർത്തുന്ന, കേരളത്തിനോട് നീതി പുലർത്തുന്ന ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ മടിവാളയിൽ തന്നെ വരണം കേട്ടോ. അവിടെ ഒരുപാട് മലയാളീസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏരിയയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഷോപ്പിലൊന്ന് പോയി നോക്കണം കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ ഇവിടുത്തെ ഫുഡ് എങ്ങനെ എന്താണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് കഷ്ണം ബീഫ് എടുക്കാം കേട്ടോ. കേരളത്തിന് പുറത്തുനിന്ന് ബീഫ് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല, അറിയാമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ കഴിച്ചിട്ടില്ല, കിട്ടാറുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കാൻ പേടിയുമാണ്, അതുകൊണ്ട് തന്നെ കഴിക്കാറില്ല. അപ്പം ഇവിടെ വന്നിട്ട് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഒരു ക്യൂരിയോസിറ്റി, ഒന്ന് പോയി നോക്കിയാലോ എന്താണ് അവസ്ഥ എന്ന് അറിയണം, എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് അറിയണമല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണോ, എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് അറിയേണ്ടത്. അപ്പോൾ ഞാൻ നോക്കി ഇവിടെ ഒരുപാട് സുലഭമായിട്ട് കിട്ടും കേട്ടോ. ഇവിടെ അങ്ങനത്തെ വലിയ സീനൊന്നും ഇല്ല. അപ്പം നമ്മൾ വലിയ സീനാക്കുന്നതാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ കഴിച്ച ബീഫ് ഒരു എന്താ പറയുക, ഒരു 8/10 എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ ചിക്കൻ ആണെങ്കിലും ഒരു ബീഫ് റോസ്റ്റും അതേപോലെ ബീഫ് കറിയും കാര്യങ്ങളായിട്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ്റെ ഒരു കറിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രത്തോളമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് മടിവാള ഭാഗത്തുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് തന്നെയാണ് കേട്ടോ ഈ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ. ഈ പേര് തെറ്റുമെന്നറിയില്ല, അങ്ങനെയാണ് ഞാൻ കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് കുറച്ച് ദിവസം മുന്നേ എടുത്തതാണ്, ജാനിലെടുത്തതാണ്. എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും അത് കഴിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ ബില്ലായിട്ടില്ല, 1000ൻ്റെ ചോട എന്താ 1000 ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇത്ര ആൾക്കാർ കഴിച്ചിട്ടും ഏകദേശം നാട്ടിലുള്ള അതേ റേറ്റൊക്കെ തന്നെ വാങ്ങുന്നുള്ളൂ കേട്ടോ. എക്സ്ട്രാ റേറ്റും കാര്യങ്ങളൊന്നും വാങ്ങുന്നതിന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത് കണ്ണൂർ കോക്ടെയിൽ കുടിക്കാൻ പോകാം കേട്ടോ. ഒന്ന് പോയി കാണിച്ചു തരാമേ. അപ്പോൾ ഹോട്ടലിൻ്റെ ഉള്ളൊക്കെ ഇങ്ങനെ കേട്ടോ ഏകദേശം കാണാൻ, വാഴയിലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഏകദേശം സെറ്റപ്പ് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ വരുന്നത് കേട്ടോ. ഇതൊക്കെ അപ്സ്റ്റേഴ്സിലാട്ടോ, വലിയ അത്രത്തോളം ആൾക്കാരുണ്ട്, നമ്മളവിടെ ഉള്ള പോലെ അല്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ സ്ട്രീറ്റിൽ ഇറങ്ങി നമ്മൾ നേരെ അപ്പുറത്തുള്ള കണ്ണൂർ കോട്ടയിൽ അടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചു. ഇവിടെയൊക്കെ മലയാളീസ് എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നാട്ടിൽ നിൽക്കുന്ന അതേ ഫീൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് മലയാളം പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഭയങ്കര ഫ്രീ ആണ്. എല്ലാ സ്ഥലത്തും ചെറിയ ചെറിയ കുഞ്ഞു ഷോപ്പുകൾ ഉണ്ടായിരുന്നു. പാവബജിൻ്റെ ഒരു ഷോപ്പുണ്ട്, അതേപോലെ ചായ, അങ്ങനെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഫുഡ് സ്ട്രീറ്റ് ആണെന്ന് തന്നെ വേണം പറയാം കേട്ടോ. ബാംഗ്ലൂരിൻ്റെ ഒരു വൺ ഓഫ് ദ ഫുഡ് സ്ട്രീറ്റ് ആണെന്ന് വേണം പറയാം. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്നതായിട്ട് കണ്ടു കേട്ടോ. ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഈ സൺഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സൺഡേ മാർക്കറ്റോ കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കാം. ഡെയിലി ഞാൻ കണ്ടിട്ടില്ല. ചില സമയത്തൊക്കെ ഈ പുതിയ പുതിയ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ പെട്ടെന്ന് മുളയ്ക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ബാംഗ്ലൂരിൽ മാത്രം നടക്കുന്ന ഒരു എനിക്ക് തോന്നുന്നു കുറേ മുട്ടായി തെരുവുകളുണ്ട് തോന്നുന്നു. ചെറിയ ചെറിയ സ്ട്രീറ്റിലാണെങ്കിൽ കുറേ മുട്ടായി തെരുവുകളുണ്ട്. ഇവിടെ കണ്ടില്ലേ ഷവായ തിരിയുന്നത് കണ്ടില്ലേ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അതേ ഷവായ, മസാല ഷവായ ഉണ്ടല്ലോ നമ്മുടെ TNTയിലോ അല്ലെങ്കിൽ കാലിക്കറ്റ് കഫ്റ്റീരിയയിലോ ഒക്കെ ഉള്ള ഷവായ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ടാവുമായിരിക്കാം, പേര് ചെറിയ മാറ്റം അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ഞാൻ പേര് വിട്ടുപോയി, ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, കറക്റ്റ് പേര് വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പ്ലേസ് ഉണ്ട്. നാട്ടിലെ ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആയിട്ട് ഇവിടെ ചെക്കൗട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ കണ്ണൂർ കോക്ടെയിലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ണൂർ കോക്ടെയിൽ ഞാൻ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ബാംഗ്ലൂരിൽ നിന്ന് ഇതന്നെ റിപ്പീറ്റ് ചെയ്യാന്ന് വെച്ചപ്പോൾ ഓക്കെ, ഞാൻ അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ പോയ ബാംഗ്ലൂരിലെ ഫുഡല്ലേ കഴിക്കേണ്ടത്. മറ്റേ റാഗി മുത്തു അങ്ങനെ എന്തോ പറഞ്ഞ സാധനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കിട്ടുന്ന ഷോപ്പ് ഞാൻ കണ്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അന്വേഷിച്ച് നടക്കാത്തതുകൊണ്ടായിരിക്കാം. ഇനി നെക്സ്റ്റ് ടൈം പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടുത്തെ ട്രഡീഷണൽ ഫുഡും കാര്യങ്ങളും എന്താണെന്നും അതെങ്ങനെ ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ. ഞാൻ അന്വേഷിച്ച് വെച്ചിട്ട് അത്ര ടേസ്റ്റ് നമുക്ക് അത് കഴിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത്. എനിക്കറിയില്ല, ഞാൻ അതെന്തെങ്കിലും കഴിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു കേട്ടോ. കണ്ണൂർ കോക്ടെയിലിനെ കുറിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ മലബാർ റീജിയനിലൊക്കെ ഉണ്ടാകുന്ന കല്യാണത്തിനൊക്കെ ചില സമയത്ത് കൊടുക്കാറുണ്ട്. ആ ഒരു ഫീൽ ആയിട്ടാട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളുണ്ട്, പക്ഷേ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നാട്ടിൽ കുടിച്ച പോലെയല്ല എനിക്ക് ഫീൽ ചെയ്തത്, പക്ഷേ ഒരു ചെറിയ ഡിഫറൻസ് ഉള്ള പോലെ തോന്നി.
അപ്പോൾ അങ്ങനെയാണ്. അപ്പം അവരെല്ലാവരും ഷെയർ ചെയ്തിട്ട് കേട്ടോ നമ്മുടെ അർജുനും അതേപോലെ നിശാന്തും ഷെയർ ചെയ്തിട്ടാണ് കഴിക്കാൻ. ഫുള്ള് കഴിക്കാനുള്ള എനർജി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വയറിൽ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് ഫുള്ള് കഴിച്ചു. അതുകൊണ്ട് തന്നെ വയറിന് നല്ല സുഖം ഉണ്ടായിരുന്നു. തണുപ്പാണ്, ഓൾറെഡി ബാംഗ്ലൂർ തണുപ്പാണ്. അപ്പം നമുക്ക് കഴിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വേഗം വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് കഴിച്ചിട്ട് ഇവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്തൊക്കെ ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാനോ മാർക്കറ്റും അതേപോലെ മുട്ടായിത്തെരുവ് പോയ ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സും കാര്യങ്ങളാണെങ്കിൽ ഇവിടെ ഫുഡും കാര്യങ്ങളും ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ ഒരു ഊബറും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു തരായിരുന്നു എവിടേക്ക് പോകണം, എങ്ങനെ പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇവിടെ ഫുൾ മാപ്പാണ് കേട്ടോ. മാപ്പില്ലാതെ അവിടെ ജീവിക്കാൻ പറ്റില്ല. മാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ജീവിക്കും. അത്രേ പറ്റുള്ളൂ. അമ്മാതിരി അവസ്ഥ. നമ്മൾ നേരെ ഈ ഊബറിൽ കയറിയിട്ട്, ഊബറല്ല അവിടുത്തെ നമ്മ എന്തോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഊബറും ഇവരെല്ലാത്തിലും ഓടുന്നു പറഞ്ഞത്. അപ്പോൾ ഞാൻ ഏകദേശം പുള്ളിനോടൊക്കെ ചോദിച്ചു, അന്വേഷിച്ചു എത്ര വരും, എന്താണ്, എത്ര എക്സ്പെൻസ് വരും. അപ്പോൾ പുള്ളി പറഞ്ഞത് ഏകദേശം ലോൺ എടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. പുള്ളി നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിനെ വീഡിയോ ഒക്കെ എടുത്തു. ഇലക്ട്രിക് വണ്ടിയായിരുന്നു കേട്ടോ. അത് കിയ കാരൻസ് ആയിരുന്നു, ഇലക്ട്രിക് കാരൻസ് ആയിരുന്നു. അപ്പോൾ ഏകദേശം 35 അങ്ങനെ എന്തോ മൂപ്പര് പറഞ്ഞു, 35 ലക്ഷം അങ്ങനെ എന്തോ വന്നിട്ടുണ്ട്. അടുത്ത് തീരുമ്പോൾ അങ്ങനെയൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടുന്നുണ്ടോ ചോദിച്ചാൽ പറഞ്ഞു ഡെഫിനിറ്റ്ലി അത് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ അധികം ഹിന്ദിക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഡ്രൈവർമാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടുത്തെ ആൾക്കാരല്ല, പുറത്തുനിന്ന് വരുന്ന, ബാംഗ്ലൂരിന്റെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നെങ്കിൽ ഹിന്ദിക്കാരോ അല്ലെങ്കിൽ തമിഴന്മാരോ, അല്ലെങ്കിൽ ഇനി നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്ന് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ, അപ്പോൾ അവർക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ, നമുക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ. ഹിന്ദി നമുക്ക് അത്ര കറക്റ്റായിട്ട് അറിയില്ല, ഇംഗ്ലീഷൊന്നും കറക്റ്റ് അറിയില്ല എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അധികം ഹിന്ദി അറിയെങ്കിൽ ബാംഗ്ലൂർ പിടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമുക്ക് ഹിന്ദി കേട്ടാൽ അറിയാം, പക്ഷെ പറയാൻ അറിയില്ല. അതാണ് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഒരുപാട് ഈ ടാക്സി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് പിന്നെ ലാസ്റ്റ് ബസ്സാണെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ഇവിടേക്കുള്ള എന്താ പറയുക, ബ്രൂഫീൽഡിലേക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വേഗം ചാടി കയറി നമ്മൾ വേഗം റൂം എത്താനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഓട്ടമുണ്ടായിരുന്നു, ഏകദേശം 25-30 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇവിടുന്ന് റൈഡ് ഉണ്ടായിരുന്നു. രാത്രി എന്ന് പറയുമ്പോൾ എന്താണ് ട്രാഫിക് എന്നോ ഒന്നും അറിയില്ല, ഞായറാഴ്ച. അപ്പോൾ ഗൈസ് ബാക്ക് ടു റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ബാംഗ്ലൂർ സ്ഥിരതാമസമാക്കുകയാണെങ്കിൽ ഇതേപോലത്തെ നല്ല നല്ല കണ്ടൻറ്റായിട്ട് വരാം അല്ലേ? അത്രേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം, ഇവരൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവരൊക്കെ ആരും നമ്പറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് സെറ്റാക്കാം. ഇങ്ങനെ ഓക്കെ.